എല്ലാവർക്കും ന്യൂ വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ കൊടൈക്കനാൽ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയുടെ വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ഫുൾ വ്ളോഗാണ്. ഞാൻ ഫ്യൂച്ചറിൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ രാവിലെ നേരത്തെ ഒരു 6:30 ആകുമ്പോഴാണ് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും നേരത്തെ എണീറ്റ് റെഡിയായിട്ട് നമ്മൾ 6:30 തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചിയൊക്കെ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ. കവിதை சுற்றுது அது எழுத நினைக்க வார்த்தை முட்டுது. ഞങ്ങൾ ഇഡ്ഡലി, ചട്നി ആൻഡ് ചമ്മന്തി പൊടി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വഴിയിൽ നിർത്തിയിട്ട് ഓൾറെഡി പ്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വഴി നിർത്തിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കായം യാവും തന്നാലെ ആറിപ്പോകും മായം എന്ന പൊന്മാനെ പൊന്മാനെ എന്ന കായമാന പോതും എൻ മേനി താങ്ങിക്കൊള്ളും. ഈ ഏർലി മോർണിംഗ് പൊള്ളാച്ചി റൂട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാട്ടോ. അധികം വെയിലൊന്നുമില്ല, ചെറിയൊരു സൺലൈറ്റ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ജേർണി ആയിരുന്നു രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ കുറച്ച് ദൂരം, അതായത് ആ ഹിൽസ് കയറാൻ തുടങ്ങിയ സമയത്ത് ആദൂന് ചെറുതായിട്ടൊരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവൻ അങ്ങനെ കിടന്നുറങ്ങി, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഹിൽസ് കയറാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഞങ്ങൾ അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ടുപാടി വരുമ്പോ വാ. നല്ല കോമഡി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ അന്താക്ഷരി. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ത് രസമായിരുന്നു ആ ടൈം എന്നുള്ളത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ആണ് ആക്ച്വലി നമ്മുടെ ലൈഫിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹിൽസ് കയറാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ മാർച്ച് ടൈം ആയതുകൊണ്ട് തന്നെ അധികം തണുപ്പുണ്ടായിരുന്നില്ല, ചെറിയൊരു തണുപ്പേ ഉണ്ടായിരുന്നല്ലോ. അത് ഒരു 10:30-11 മണിയായിരുന്നു സമയം. അപ്പോൾ അധികം അങ്ങോട്ട് തണുപ്പെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു. നമ്മളുടെ പാലക്കാടൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അധികം അങ്ങനെ തണുപ്പുണ്ടായിരുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. കവിதை சுற்றுது அது எழுத நினைக்க வார்த்தை முட்டுது.
നമ്മുടെ ചെക്ക് ഇൻ ടൈം വന്നിട്ട് 1 മണിയായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മൾ കറക്റ്റ് 1 മണിയാവുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തി. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതായത് കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോറ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് എഗ്സ് വാങ്ങിച്ചിട്ട് അതും ബോയിൽ ചെയ്തു. എന്നിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ ലഞ്ച്. അവൻ പറഞ്ഞ ഹോട്ടലിൽ റൂം എടുത്താല് ഉച്ചക്ക് നല്ല ഫുഡ് കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സോ ഫസ്റ്റായിട്ട് നമ്മൾ പോയത് മറ്റേ കൊടൈക്കനാൽ ലേക്ക് ഉണ്ടല്ലോ, ആ ലേക്ക് വ്യൂ, ആ ബോട്ടിംഗ് ഒക്കെ ഉള്ള ഏരിയയിലേക്കായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ എത്തുമ്പോൾ 5 മണിയായി. അപ്പോഴേക്കും ബോട്ടിംഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നടന്നിട്ട് അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിൽ എത്തുന്ന സമയം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. 7:30 ആകുമ്പോഴേക്കും നമ്മളുടെ ഫുഡ് ഡെലിവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഡെലിവർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. அபிராமி லாலியே லாலி லாலியே ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி. 8:30ക്കാണ് ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ 8:30ക്ക് തന്നെ കറക്റ്റായിട്ട് ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഫുഡും നമ്മൾ ഈ ഏരിയയിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഈ ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്ന് നമ്മൾ ചില്ല് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ക്യാമ്പ് ഫയർ. അപ്പോൾ ക്യാമ്പ് ഫയർ ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു ടൈം ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തേനെ കേട്ടോ. അടിപൊളിയായിരുന്നേ. അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ பொன்மணி உன் வீட்டில் சௌக்கியமா நான் எங்கு சௌக்கியமே. പണിതരാം എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദംഷ്ട്രാസ് കളിച്ചു കേട്ടോ. കോമഡി ആയിരുന്നു എന്ന് വെച്ചാൽ കോമഡി ആയിരുന്നു. ടീം സഫാരി എക്സ് വൈ ചേച്ചി ചേച്ചി ചേച്ചിയെ കൊണ്ട് എളുപ്പം ചെയ്യാം. ഇത് രാത്രി 3 മണിയാട്ടോ സമയം. ഞങ്ങൾ ആരെയും ഉറങ്ങാൻ സമ്മതിക്കാതെ അവൻ കാല് വേദനിക്കണമെന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ട് ABCD കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂറായി ഈ കലാ നാടകം തുടങ്ങിയിട്ട്. மனிதனுனது கொல்ல இது மனித காதலல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. രാത്രി ഒട്ടും ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ എല്ലാവരും എണീക്കാൻ വേണ്ടിയിട്ട് 9 മണിയായിട്ടോ. അപ്പോൾ പെട്ടെന്ന് 10 മണിക്കായിരുന്നു ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങി. 10 മണിക്ക് തന്നെ ഇറങ്ങി. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന റോഡാട്ടോ, അതായത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡാണ്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള റോഡാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡ്. അപ്പോൾ അത് ഏട്ടൻ എങ്ങനെയാണ് കയറ്റുന്നത് ഞങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചാട്ടോ. കാരണം ഒരു എക്സ്പേർട്ട് ഡ്രൈവർക്ക് മാത്രമേ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്ലച്ച് എന്തായാലും പോവും, അതേപോലെ തന്നെ ബ്രേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരെല്ലാവരും നടന്ന് കുറച്ച് ദൂരം പോയിട്ടോ ആ കയറ്റം കഴിഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം ഓവർ വെയിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് കയറില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടോ അതോടെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ഞാനത് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കാതെ എൻ്റെ പിന്നിൽ വന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതോടെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്.
la 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 la. ഈ മനുഷ്യനെ കണ്ടോ, ഈ മനുഷ്യൻ ആക്ച്വലി ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഒരു കാറിനുള്ളിൽ തന്നെയാണ് താമസിക്കണമെന്നാണ് പറഞ്ഞിട്ട്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ശരിയാണ്, ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കൊടൈക്കനാലിൽ വർഷങ്ങളായിട്ട് ഈ കാറിനുള്ളിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കേട്ടോ. അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഇന്നലെ നമ്മൾ ബോട്ട് ഹൗസിൽ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ അഗൈൻ ബോട്ട് ഹൗസിൽ പോയി ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയായിരുന്നേ. அழகு வந்தது எந்தன் சோகம் உன்னை தாக்கும் என்றென்றும் போது வந்து அழகு நின்றது மனிதனுனது கொல்ல இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா ശിവഗാമിയെ ശിവനെ. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഈ ബോട്ടിംഗ്. ബിക്കോസ് എൻ്റെ കയ്യിൽ ആദ്യം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും പറ്റി ആദ്യം എങ്ങനെ രക്ഷിക്കുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതേപോലെ തന്നെ എനിക്ക് വെള്ളവും നല്ല പേടിയാണ്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും കൂടെ ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പൊന്മണി വീട്ടിൽ സൗഖ്യമാനിങ്ക് സൗഖ്യമേ അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു, പിന്നെ അതേപോലെ ചായ ഒക്കെ കുടിച്ചു. അതിന് കുറച്ച് ടോയ്സ് മേടിച്ചു, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ കുറച്ച് ഈ സ്ട്രീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നു 1 മണിക്കൂർ. La 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 la. അച്ചടുത്ത് ഓടി പോവോ നോക്കട്ടെ. നമ്മൾ ഈ ഡോളീസ് കഫേ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഫി കുടിച്ചത് കേട്ടോ. നല്ല കോഫി ആയിരുന്നു, അടിപൊളി ഫിൽറ്റർ കോഫി ആയിരുന്നു കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും ഇവിടെ തന്നെ കുടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യണേ. നെക്സ്റ്റ് ആയിട്ട് അതും അഹും കൂടെ ഹോഴ്സ് റൈഡിന് പോയിട്ട് ഞാൻ വിചാരിച്ചതേ ഇല്ല അത് കയറുന്ന. അതിന് ഭയങ്കര പേടിയാണ് ഇതൊക്കെ. പക്ഷെ അവൻ പറഞ്ഞു അഹു കയറിയിരിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു എനിക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനും കയറിയിരുന്ന് കുറേ നേരം ഹോസ്റ്റലിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പൊന്മണി വീട്ടിൽ സൗഖ്യമാനിങ്ക് സൗഖ്യമേ. നെക്സ്റ്റ് ആണ് ഞങ്ങൾ അടിപൊളി മണ്ടത്തരം ചെയ്തത് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞതായിരുന്നു ഗുണ കേവിൽ പോവില്ല എന്നുള്ളത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എഗെയിൻ ഒരു മനസ്സിനൊരു തോന്നൽ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. ഗുണ കേവിൻ്റെ 2 കിലോമീറ്റർ മുതൽ ബ്ലോക്ക് ആട്ടോ. മോയർ പോയിന്റ് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, അവിടെ മുതൽ ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങിയ വഴി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പോലും ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ആകെ ഉണ്ടായിരുന്നത് ന്യൂഡിൽസ് ആയിരുന്നു. ന്യൂഡിൽസ്, ടൊമാറ്റോ റൈസ്, വായിൽ വയ്ക്കാൻ കൊള്ളാത്ത സാധനങ്ങളായിരുന്നു. പിന്നെ ഭക്ഷണം നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അതിനും ആ ന്യൂഡിൽസ് തന്നെ കൊടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് മോയർ പോയിന്റിലേക്ക് പോയി. മോയർ പോയിന്റിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അത് നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ. சொல்லாமல் எங்க அழகு வந்தது எந்தன் சோகம் உன்னை தாக்கும் என்றென்றும் போது வந்து அழகு நின்றது மனிதனுனது கொல்ல இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே. ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിയിട്ട് വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് അത് ആൽഫബറ്റ്സ് ഒക്കെ ഇട്ട് കളിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ സുഖമായി ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ആയിരുന്നു കേട്ടോ.
സുബലാലി ലാലിയേ ലാലി ലാലിയേ അങ്ങനെ ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബ്ലോക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇടയിലിടയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഗുണ കേവിൻ്റെ എൻട്രൻസ്. അറ്റ്ലീസ്റ്റ് എൻട്രൻസ് എങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇത് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അതും അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സുഖമായി കൊടൈക്കനാലിന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. லா 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 லா. ഞങ്ങളങ്ങനെ ഒരു 5:30-6 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വീടെത്തുമ്പോൾ ഒരു 12 മണി അല്ല 1 മണിയായിട്ടോ. കാരണം ഡിന്നറൊക്കെ കഴിക്കാൻ നിർത്തിയത് കൊണ്ട് 1 മണിയായി. ഇടയിൽ പഴനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പഴനിയിൽ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല, അപ്പോഴേക്കും അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴനിയിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വീടെത്താനായിട്ട് 1 മണിയായി. അപ്പോൾ എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ള ട്രിപ്പായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് എന്തായാലും നമ്മൾ ഫ്യൂച്ചറിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ ആഡ് ചെയ്യണത്. എത്ര പേർക്ക് ഈ വ്ളോഗ് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ, ലവ് യു ഓൾ. ராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. ഇത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടതാട്ടോ. ഈ മലയിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ടൊരു ½ an hour ഞങ്ങൾക്കിത് കാണായിരുന്നു. നല്ലോണം ഇങ്ങനെ തീ കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സുബലാലി ലാലിയേ ലാലി ലാലിയേ അഭിരാമി ലാലിയേ ലാലി ലാലിയേ ഓഹോ കൺമണി அன்போடு காதலன் நான் எழுதும் கடிதம்.